ഞാൻ സത്യമായിട്ട് സത്യവിശ്വാസിയാണ്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്ന് കാണാം, ഗ്യാരണ്ടി ആയിട്ട് കാണാം. നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ തെറി തന്നെ പറയാമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. 100% നമുക്കൊരു ആഘോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു കീട്ടിലുമായിട്ടുണ്ട്, കളർഫുള്ള്. അതായത് ഓമർ ലുക്ക പടം എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. ആക്ഷനൊക്കെ അടിപൊളിയാണ്. കാരണം റഹ്മാനൊക്കെ കുറിച്ച് ഇനി പറയാൻ വാക്കുകളില്ല. കാരണം ഇത്രയും നല്ലൊരു കലാകാരനാണോ ഈ മലയാളത്തിൽ നിന്ന് വിട്ടുപോയെന്നാണ് ഞാൻ അതിശയിക്കുകയാണ്. കാരണം രാജമാണിക്യത്തിലൂടെ അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ ആ രാജമാണിക്യം കഴിഞ്ഞതിന് ശേഷം മലയാളത്തിൽ ഇങ്ങനെ പടം വന്നിട്ടില്ല എന്നുള്ള ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ നമ്മൾ മാറ്റി നിർത്തിയത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. കാരണം അത്ര നല്ല കഴിവുള്ള ഒരു നടന്ന എന്തും മാസം എന്ന് പറയാം. മാസം സീനൊക്കെ അടിപൊളിയാണ്. നമുക്ക് പഴയ ആട് സിനിമയില്ലേ, ജയസൂര്യൻ ആട് സിനിമ കണ്ട അതിന്റെ മുകളിൽ നിൽക്കുന്ന സിനിമയാണ്. ആട് സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആണ്, അതിന്റെ മുകളിൽ നിൽക്കും. ഇത് ഓണകാലത്ത് 100 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ളത് യാതൊരു സംശയം വിചാരിക്കേണ്ട. പ്രേക്ഷകന് തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കാണണം. അതുപോലെ തന്നെ BGM പാട്ടുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫുൾ ഓണ് പടമാണ്. ഞാൻ സത്യമായിട്ട് സത്യവിശ്വാസിയാണ്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്ന് കാണാം, ഗ്യാരണ്ടി ആയിട്ട് കാണാം. നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ തെറി തന്നെ പറയാമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. 100% നമുക്കൊരു ആഘോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമയായിട്ട് ഈ സിനിമ മാറും. ബാഡ് ബോയ്സ് എന്ന പേര് പോലെ തന്നെ ഫുൾ ഓൺ പടം, പവർ പടം. തിയേറ്ററിലേക്ക് ധൈര്യമായിട്ട് കുടുംബസമേതം വന്നിരുന്ന് കാണാം. ഇഷ്ടപ്പെട്ട സിനിമയാണ്, അടിപൊളി. ഒരു അടിച്ചുപോലെ ബമ്പർ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മളൊരു സാധാരണ ഒരു കണ്ടിറങ്ങി എന്റെ പൊന്നോ, ഓണം വിന്നർ എന്ന് തന്നെ പറയാം. ഈ ഒരു ചിത്രം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒട്ടും ലാഗില്ലാതെ ഇത്രയും എന്റർടൈൻമെന്റ് ചെയ്യിച്ച ഒരു ചിത്രം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ RDX ആണെന്ന് തോന്നുന്നു. അതിന് ശേഷം ഈ ഒരു ഓണച്ചിത്രത്തിന് വൻ വിജയം നേടുന്ന ഒരു ചിത്രമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ഒമർക്കയുടെ നമ്മൾ ഹാപ്പി വെഡിങ്ങും അതുപോലെ ചങ്ക്സ് ഒക്കെ കണ്ട് നമ്മൾ ത്രില്ലടിച്ച ആൾക്കാരാണ്. തീർച്ചയായിട്ടും ആ ഒമർക്കയുടെ അദ്ദേഹത്തിന് വേറൊരു പ്രോഡക്റ്റ് നമ്മളെ ഇത്രയും കീഴടക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. അത് അഭിനയത്തിന്റെ കാര്യത്തിലായ നമ്മുടെ റഹ്മാനിക്ക ആ പഴയ ട്രാക്കിലേക്ക് തിരിച്ചെത്തി. അതുപോലെ ബിബിൻ ജോർജ്, സെന്തിൽ കൃഷ്ണ, പിന്നെ അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളും അവരെല്ലാവരും മികച്ചതായിരുന്നു. തീർച്ചയായിട്ടും ഷീലു എബ്രഹാം പ്രൊഡ്യൂസറും കൂടിയാണ് അദ്ദേഹത്തിന്റെ എബ്രഹാം. ഷീലു ചേച്ചിയും നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ച്. തീർച്ചയായും എല്ലാ ആർട്ടിസ്റ്റുകളും കുട്ടികളടക്കം എല്ലാവരും നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും നല്ല